ഇതാണ് കുറ്റിമുല്ല. മുല്ലപ്പൂ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും മുല്ലപ്പൂ ഇഷ്ടമാണല്ലോ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദേ ഞാനിവിടെ കുറച്ച് കുറ്റിമുല്ല, ഇത് കുറ്റിമുല്ലയാണ് കേട്ടോ. എന്നും പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഇത് തമിഴ്നാട്ടിലാണ് കൂടുതലും ഉണ്ടാകാറ്. തമിഴ്നാട്ടിൽ നിന്നല്ല നമ്മുടെ ഇവിടെ മുല്ലപ്പൂക്കളൊക്കെ ഇഷ്ടം പോലെ വരുന്നത്. അപ്പം തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ്. നമ്മുടെ തിരുവാതിര ഗ്രൂപ്പിലെ ഒരു മോള് തമിഴ്നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. അപ്പോൾ ഞങ്ങളോടൊക്കെ വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾ കുറേ പേരൊക്കെ വാങ്ങി. അപ്പോൾ അതിന് വേണ്ടിയുള്ള വളവും ചട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നടാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ചെടിച്ചട്ടിയിൽ മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. നിറച്ചുള്ള പകുതി ഭാഗം നമ്മൾ നിറച്ച് വെച്ചിരുന്നു. അടിയിൽ എന്താ പറയുക, ഓടിൻ്റെ കഷ്ണവും പിന്നെ കുറച്ച് ചകിരി കീറി വെച്ചതും തൊണ്ടിൻ്റെ കുറച്ച് കഷ്ണങ്ങളും കൂടെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മണ്ണ് ഇട്ട് കൊടുത്തത്. അരഭാഗത്തോളം മണ്ണിട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നമ്മൾ മുല്ല അങ്ങോട്ട് നട്ടിട്ട് ബാക്കി മണ്ണും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുല്ലയെല്ലാം നട്ടു. എല്ലാത്തിനും അങ്ങോട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുല്ലയൊക്കെ നട്ട് കൂട്ടത്തിൽ കുറച്ച് ക്രോട്ടൻ്റെ പ്ലാന്റും കൂടെ ഞാൻ നട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് നല്ല ഭംഗിയാണ്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല രസമാണ് ക്രോട്ടൺ പ്ലാന്റുകൾ. അപ്പോൾ അതും ഒരു 4-5 ചട്ടിയിൽ അതും നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുല്ല നട്ട സമയത്ത് ഞാൻ ഇതിലേക്ക് സാധാരണ മണ്ണും ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും കൂടാണ് മിക്സ് ചെയ്ത് ഇട്ട് നട്ടത് കേട്ടോ. അപ്പം അത് നല്ലതായിരിക്കും. അങ്ങനെ ചാണകപ്പൊടിയും ചകിരിപ്പൊടിയൊക്കെ കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും മുല്ലയ്ക്ക്. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ നട്ട് റെഡിയാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും കൊടുക്കണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.